ഓരോ ദേശത്തും ഓരോ വീടുകളിലും ഓണം പല വിധത്തിലാണ്. ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ കടലൂർ മനയിലെ ഓണച്ചടങ്ങുകളാണ് ഇന്ന് പത്മ ഹെറിറ്റേജിൽ. ഓണത്തിന് ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ നമ്പൂതിരി ഇല്ലങ്ങളിലെ വിശേഷമായ ഒരു ആചാരമാണ് കച്ചയും മക്കളും കെട്ടൽ. കച്ചയും മക്കളും കെട്ടുന്നതിനായി മണ്ണും കരിക്കട്ടയുമാണ് വേണ്ടത്. മണ്ണിന് ചുവന്ന വർണ്ണം കൂടുതൽ കിട്ടാനായിരിക്കണം ഇഷ്ടിക ഉപയോഗിക്കുന്നത്. വളരെ പഴയ കാലത്ത് ഇഷ്ടികയ്ക്ക് പകരം ചുവന്ന മണ്ണായിരിക്കും കച്ചയും മക്കളും കെട്ടാനായി ഉപയോഗിച്ചിട്ടുണ്ടാവുക. കരിക്കട്ടയും ഇഷ്ടികയും അമ്മിയിൽ അരച്ചുണ്ടാക്കിയ ചാന്ത് ചിരട്ടയിൽ ശേഖരിക്കുന്നു. പരുത്തി തുണി ചീന്തി തെറുത്ത് 2 തിരികൾ ഉണ്ടാക്കുന്നു. ഒന്ന് ചെമന്ന ചാന്തിനും മറ്റൊന്ന് കരിച്ചാന്തിനും. ഒരു ഭാഗം കൂർത്തതായും മറുഭാഗം ഒരൽപ്പം വട്ടത്തിലുമായാണ് തിരിതെറുക്കൽ. ചിങ്ങമാസത്തിലെ അത്തനാളിൽ കച്ചയും മക്കളും കെട്ടിത്തുടങ്ങും. അത്തത്തിന് കരിച്ചാന്ത് കൊണ്ട് നടുക്ക് ഒരു ചതുരം വരയ്ക്കുന്നു. അതിനു ചുറ്റും 16 കള്ളികൾ ചുമന്ന ചാന്തുകൊണ്ട് വരയ്ക്കുന്നു. തെറുത്തെടുത്ത തിരിയുടെ വലിയ ഭാഗം കൊണ്ട് കറുത്ത ചാന്തിനാൽ ഓരോ കള്ളിയിലും പൊട്ടു തൊടുന്നത് പോലെ കറുത്ത കുത്തിടുന്നു. ചിത്തിരനാളിൽ അത്തനാളിൽ വരച്ച പോലെ 16 കള്ളികളുള്ള ഒറ്റച്ചുറ്റിന് പുറത്തായി വീണ്ടും മറ്റൊരു ചുറ്റു വരച്ച് കള്ളികൾ തിരിക്കുന്നു. അപ്പോൾ 16 കള്ളികളിൽ 8 കള്ളി കൂടി 24 കള്ളികളായി മാറുന്നു. ഓരോ നാളിലും ഓരോ ചുറ്റ് കൂട്ടിക്കൂട്ടി വരയ്ക്കുമ്പോൾ 8 കള്ളികൾ വീതം കൂടി വരുന്നു. ഓരോ ദിവസവും ഇതിലാണ് പൂക്കളം ഇടുക. ഓരോ ദിവസവും ഈ കള്ളികളുള്ള കളം മായ്ച്ച് പിറ്റേന്ന് തുടക്കം മുതൽ പുതിയ കളം വരച്ച് നാളനുസരിച്ച് ഓരോ ചുറ്റ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. അത്തത്തിന് ഒരു ചുറ്റിൽ തുടങ്ങുന്നത് ഉത്രാടത്തിന്റെ അന്ന് 9 ചുറ്റു വരെ വരും. മൂലം നാളിൽ കളത്തിന്റെ 4 മൂലയിലേക്കും ഓരോ ത്രികോണം വരച്ച് ത്രികോണത്തെ 4ആക്കി തിരിക്കുന്നു. തുടർന്ന് വരുന്ന പൂരാടം ഉത്രാടം നാളിലും കളത്തിന്റെ 4 മൂലകളിൽ ത്രികോണം വരയ്ക്കണം. ഇതിന്റെ നടുവിൽ ആദ്യം തുളസിപ്പൂവ് വയ്ക്കണം. തുടർന്ന് ഏതു പൂവും വട്ടത്തിൽ ഇടാം. കച്ചയുടെയും മക്കളുടെയും വട്ടം കൂടുന്നതിനനുസരിച്ച് പൂക്കളത്തിന്റെയും വട്ടം കൂടുന്നു. ഓണം നാളിൽ ഒരു ദേവനെ ഒരു നാളികേരം കൊട്ടുന്നതിന്റെ ഒരുക്കമാണ് ഇത്. ദേവതാസ്ഥാനങ്ങൾ കൂടുന്നതിനനുസരിച്ച് കച്ചയും മക്കളും കൂടുതലായി വരയ്ക്കണം. അതായത് 3 ദേവന്മാർക്ക് നാളികേരം കൊട്ടണമെങ്കിൽ കച്ചയും മക്കളും ഇതേ രീതിയിൽ 3 എണ്ണം നിത്യവും വരയ്ക്കണം. ഇതിപ്പോൾ ഈ കച്ചമക്കളെയും കെട്ടിയേക്കണത് ഒരു കളം മെഴുകി ഒരിലയിൽ നാളികേരം കൊട്ടുന്ന സ്ഥലത്താണ് ഇങ്ങനെ കച്ചമക്കളെയും കെട്ടിയേക്കണത്. ഇത് തറവാടുകളിലാവുമ്പോൾ ഒരിലയിലായിരിക്കില്ല നാളികേരം കൊട്ടുക. ചില ദിക്കിൽ 2 ഇലയിൽ നാളികേരം കൊട്ടലുണ്ടാവും, ചില ദിക്കിൽ 3 ഉണ്ടാവും. അങ്ങനെ എത്ര ഇലകളിലാണോ നാളികേരം കൊട്ടുന്നത് അത്രയും ഈ കച്ചമക്കളെയും കെട്ടുന്നതിൻ്റെ നീളം കൂട്ടണം. പടിഞ്ഞാട്ടും എല്ലാ കള്ളികളൊക്കെ ഇത്ര തന്നെ, പക്ഷേ 3 കളം മെഴുകണം. ആ 3 കളത്തിനിടയിലും ഈ 12 കള്ളി വരണം. ഒരു ഇതിൻ്റെ ഇടയിൽ 12 കള്ളി, അത് കഴിഞ്ഞ ഒരു കളം, അത് കഴിഞ്ഞാൽ വേറൊരു 12 കള്ളി, അങ്ങനെ ഒരു കളം. പിന്നെ അപ്പുറവും ഇപ്പുറവും തെക്കും വടക്കും ഈ 9 കള്ളികൾ തന്നെ വരണം. അതിന് ഇത്തിരിയും കൂടിയും പ്രത്യേകതയുണ്ട്. ഇത്തിരിയും കൂടി നീളത്തിൽ വരും. തെക്ക് വടക്ക് നീളത്തിൽ വരും. പിന്നെ മൂല വരയ്ക്കൽ അത് 4 മൂലയും അത്രയും തന്നെ മതി. എല്ലാത്തിനും കൂടി 4 മൂലയ്ക്ക് വരച്ചാൽ മതി. തൊടിയിച്ചാണ് ഈ 3 കളം വരയ്ക്കുക. 3ഓ 4ഓ എത്രയാണെങ്കിൽ എത്ര ഇലയിൽ നാളികേരം കൊട്ടേണ്ടത് അത്രയും കള്ളികളുടെ എണ്ണവും കൂട്ടും, ഈ കളം മെഴുകുന്നതിൻ്റെ എണ്ണവും കൂട്ടും. അവിടെയൊക്കെ ആ കളത്തിലൊക്കെ പൂവിടണതും
വട്ടത്തിൽ പൂവിടുന്നതും എണ്ണം കൂട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ ഒരു ഇലയിൽ നാളികേരം കൊട്ടുന്നതിൻ്റെയാണ് ഈ വരച്ചേക്കണത്. ഇവിടെ ശിവനാ നാളികേരം കൊട്ടണേ. അത് കാരണന്മാരിങ്ങനെ കാണിക്കണം കണ്ടേക്കണത് അതാ. വിഷ്ണുവിന് മുല്ലയ്ക്ക ഭഗവതിക്ക് തറവാടുകളിൽ മുല്ലയ്ക്ക ഭഗവതി ഉണ്ടാവും. അത് മുല്ലയ്ക്ക ഭഗവതിക്ക് വേറെ നാളികേരം ഇല വെച്ച് നാളികേരം കൊട്ടണം. മേലടക്കള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. അവിടെ ശ്രീ ഭഗവതിക്ക് നാളികേരം കൊട്ടലുണ്ട്. ചില ദിക്കിൽ ഒരുക്കി വയ്ക്കലുള്ളൂ, നാളികേരം കൊട്ടലില്ല. അങ്ങനെ ഈ ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ കുറേ പ്രത്യേകതകളുണ്ട്. ഓരോ ഇല്ലങ്ങളിലും തന്നെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. കച്ചയും മക്കളെയും കെട്ടിൽ എല്ലാ ഇല്ലങ്ങളിലും 72 ഇല്ലുണ്ട് ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ. അതെല്ലാ ഇല്ലങ്ങളിലും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ആൾക്കാർക്കത് വശമില്ലാണ്ടായപ്പോൾ കുറച്ച് കൊണ്ടിരുന്നതാണ്. അത് ഈ ഇരിങ്ങാലക്കുട ഗ്രാമത്തിൻ്റെ പ്രത്യേകതയാണ്. ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ ഉള്ളത് കച്ചയും മക്കളെയും കെട്ടിൽ. അത് 72 ഇല്ലക്കാരും ചെയ്തു പോന്നേർന്നതാണ്. കർക്കിടക മാസത്തിൽ അത്തത്തിന് ഈ ഇല്ലന്നറ, പുത്തരി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ തുടങ്ങണം ശരിക്ക് ആ നാളികേരം കൊട്ടാനുള്ള സ്ഥലത്ത് മെഴുകി പൂവിടൽ, ഒരു തുളസി പൂവിടൽ. അത് ചിങ്ങമാസത്തിൽ അത്തം തൊട്ട് കച്ചയും മക്കളെയും കെട്ടലും ആർഭാടായിട്ട് പൂവിട്ടും കൊണ്ട് വരിക. അത് കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് അതൊക്കെ എടുത്ത് മെഴുകിക്കഴിഞ്ഞാൽ കന്നിമാസത്തിലെ തിരുവോണം കഴിയുന്നവരെ അവിടെ ആ നാളികേരം കൊട്ടിയ സ്ഥലത്ത് ഒരു മെഴുകി തുളസി പൂവിടേണ്ടതുണ്ട്. വളരെ വിശേഷപ്പെട്ടതും വിപുലമായതുമായ കച്ചയും മക്കളും കെട്ടൽ എന്ന ഇരിങ്ങാലക്കുട സമ്പ്രദായം ഓണക്കാലത്തിൻ്റെ ഒരു വ്യത്യസ്ത കാഴ്ചയാകുന്നു.